ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വയനാട് ഊട്ടി ട്രിപ്പ് പോകാം. ഇത് എഡിറ്റ് ആക്കാൻ കുറേ വൈകി പോയിട്ടോ. പെരുന്നാൾ കഴിഞ്ഞ രാത്രി ഞങ്ങൾ 4 മണിയാകുമ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോകാൻ രാത്രി തന്നെ റെഡി ആയിട്ട് കിടന്നതാണ്. രാവിലെ തന്നെ ഒരു നാരങ്ങ സർബത്തും പിന്നെ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പിന്നെ ആ ജ്യൂസ് കട്ട കെട്ടി വെച്ചിട്ടാണ്, കാരണം നല്ല തണുപ്പോടെ കുടിക്കാൻ. ആദ്യം ഊട്ടിയിലേക്ക് പോകാനാണ് പ്ലാൻ. വയനാട് വഴി ഊട്ടിയിലേക്കാണ്. അപ്പോൾ വയനാട്ടിലേക്ക് ഒരു 4 മണിക്കൂർ കാണും. അങ്ങനെ അതിനിടയിൽ സുബി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പയ്യന്നൂരുള്ള ഒരു പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നിസ്കാരത്തിന് ശേഷം ഒരക്കം ഉറങ്ങിയ ശേഷം എന്താ ഇതുപോലുള്ള നല്ലൊരു സൂര്യനുള്ള ടൈമിലാണ്. മനസ്സിലായില്ലേ? എണീറ്റത് വയനാട് ചുരത്തിലാണ്. അപ്പഴേ എൻ്റെ സെന്റർ ഓഫ് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു ഈ ഒരു ടൈം. ഈ വയനാട് തന്നെ പറഞ്ഞാൽ ഈ കാടും മലയും അതുപോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വയനാട്. കറങ്ങാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇതുപോലെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നമുക്കറിയുന്ന ഒരു വീട്ടിലേക്കാണ്. ആ വീട്ടിലാണെങ്കിൽ അവക്കാഡോ ഉണ്ടായിരുന്നു. അതാണെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ കയറി വന്നപ്പാടെ മുഹമ്മദ് നോക്കിയത് എന്താണ്, അതെ അവക്കാഡോ. അങ്ങനെ അത് പറിക്കാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ അവർ പറക്കി വെച്ച് 2 അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പറിക്കാൻ പോയി. അങ്ങനെ ഓരോന്ന് പറിച്ച് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പൊറിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഓരോന്ന് ഇടുക, അതിന് ഞാൻ പറക്കാം. പിന്നെ അവിടെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. ഞാനിതുവരെ കഴിച്ച ചാമ്പയ്ക്കനായിട്ടും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ഇതിപ്പോ എങ്ങനെ ഇരിക്കണത്, താഴെ ചെറുക്കനും മീത്ത ചാമ്പയ്ക്കയാണ്. അവന് പറിക്കാൻ വേണ്ടി മരത്തിൽ കയറിയതെന്നാണ്. അവിടുന്ന് നല്ല ചായയൊക്കെ കുടിച്ച് ഒരു കൂട്ടയോളം ഞങ്ങൾ എന്ത് ചെയ്തു, അവക്കാഡോ ഇവിടുന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് കുറച്ച് മുല്ലപ്പും അവിടെ തന്നെ ഉണ്ടായിരുന്നു, അതും പറിച്ചു. പിന്നെ യാത്രയായി. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടത്തേക്ക് പോകാൻ കയറി. അതൊരു പുഴ അല്ലെങ്കിൽ വെള്ളച്ചാട്ടം രണ്ടും. നല്ല രസമുണ്ടായിരുന്നു. അതിലിങ്ങനെ കാല് വെച്ച് നട ജാരിറ്റി വീണ പോലെ ഉണ്ടായിരുന്നു. സാരിൽ ഞങ്ങൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. പാൻറ്റിലേക്ക് വെള്ളാവണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങളല്ലേ. നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കളിക്കാൻ. ശേഷം ഞങ്ങൾ യാത്രയായി. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് നമ്മൾ നല്ല ചോറൊക്കെ ആയിരുന്നേ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ യാത്ര. ഇടയ്ക്ക് വെച്ചിട്ട് അവർ തന്നെ അവക്കാഡോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവക്കാഡോ, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു ഈ പോകുന്ന എല്ലാ വഴികളും. അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, കാരണം ഊട്ടിക്ക് എത്തിയിട്ടില്ല. അങ്ങനെ രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു തൈലത്തോട്ടം കണ്ടപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ നേരെ യാത്രയായി. അങ്ങനെ ഊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ആക്കുന്നുണ്ട്, കാരണം ഇത് ഒരുപാട് വീഡിയോസ് ആയിട്ട് കഴിയുന്നില്ല. അപ്പോൾ